ഞാൻ പിടി ഉണ്ടാക്കി നോക്കിയത് ദാ ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണോ പിടി ഉണ്ടാക്കുന്നത്, ഇങ്ങനെയല്ല പിടി ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. സംഭവം ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ എന്താ, അങ്ങ് ഉണ്ടാക്കുക തന്നെ. അപ്പോൾ നമ്മൾ പിടിക്കായിട്ട് ആദ്യം റെഡിയാക്കേണ്ടത് കുറച്ച് വെള്ളം ദാ ഇതുപോലെ എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിക്കുമ്പോൾ നമ്മൾ ദാ 1 സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പൊടി, ആവശ്യത്തിന് പൊടി, നമ്മൾ വെള്ളത്തിൻ്റെയും പൊടിയുടെയും അളവ് നിർണ്ണയിക്കുന്നത് എടുക്കുന്ന പൊടിയുടെ പിറകിലായിട്ട് പത്തിരിക്ക് ആവശ്യമായ വെള്ളവും പൊടിയും എഴുതിയിട്ടുണ്ടാവും. അത് കണക്കാക്കിയിട്ട് നിങ്ങൾ പൊടിയും വെള്ളവും ഉപയോഗിക്കാം. ഇതിനുശേഷം നല്ല തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഈ പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് 1 സ്പൂൺ കൊണ്ട് ഇങ്ങനെ മിക്സാക്കി അങ്ങ് മാറ്റി വയ്ക്കുക. നല്ലതായിട്ട് ഇത് കുഴയണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ ദാ കുഞ്ഞു ഇഡ്ഡലിയുടെ ഷേപ്പിലുള്ള ഈ സംഭവം റെഡിയാവും. ഇതാണ് നമ്മുടെ പിടിയിലെ മെയിൻ ഓഫ് ദി മെയിൻ. പിന്നെ നമ്മൾ ഒരു പാൻ എടുക്കുക. പാനിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാലിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് തേങ്ങാപ്പാലാണ്. അത്യാവശ്യം കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ നല്ല ഒന്ന് നേർപ്പിച്ചു കേട്ടോ. ഇനി ഈ തിളച്ച് വരുന്ന തേങ്ങാപ്പാലിലേക്ക് നമ്മൾ നേരത്തെ ഉരുളകളാക്കി വെച്ചിരിക്കുന്ന ഈ സംഭവം അങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് കിടന്ന് ആ തേങ്ങാപ്പാലിൽ വെന്ത് കുറുകുമ്പോൾ നമ്മൾ കുറച്ച് കടുകും ഉണക്കമുളകും താളിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പിടി റെഡി ആയിട്ടോ. ഇത് പിടിയാണോ അടിപിടിയാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. സംഭവം നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസിൽ അറിയിക്കണേ.